ഞങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാടാ. ആ ബന്ധത്തിലൊന്നും ആരുടെയും ചങ്കിലെ ചോരയും കണ്ണീരൊന്നും കലർന്നിട്ടില്ലടാ. എന്നിട്ടും ആ ബന്ധത്തിലുണ്ടായി നീ എന്തിനാടാ ഞങ്ങളുടെ ജീവൻ എടുക്കാൻ നടക്കുന്നത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായിട്ട് പിറക്കുന്നതെന്ന്. ഇപ്പോഴാണ് അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവുന്നത്. കൊല്ലടാ, കൊല്ല്. രാജ്യം മാത്രം നോക്കണ്ട, എന്നെയും കൊല്ല്. അതും കൊണ്ട് നിനക്ക് തൃപ്തിയായില്ലെങ്കിൽ ഞങ്ങളുടെ ശവം കൂടി അങ്ങ് തിന്ന്. എന്റെ അളിയ അളിങ്ങ വന്നേ, ഇങ്ങോട്ട് വന്നേ, വാ ഇങ്ങോട്ട്, ഇവിടെ ഇരിക്കും, വാ ഇവിടെ ഇരിക്കും, വാ ഇങ്ങോട്ട്, ഇവിടെ ഇരിക്കും. ഇത്ര ആൾക്കാരെ സങ്കടപ്പെടുത്തിയിട്ടേ ഇവൻ എന്ത് സുഖമോ സന്തോഷമോ കിട്ടുന്നെന്ന് പറയട്ടെ. പ്രവീണേ, നീ തുടങ്ങിയോ? ജബലേട്ടാ, നാളെയാ കല്യാണം, നാളെ. ഇപ്പോഴെന്ത് സന്തോഷത്തിൽ ഇരിക്കേണ്ടതാ രണ്ട് കുടുംബങ്ങളും. പകരം നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? ആശുപത്രി വരാന്തയില്. കണ്ണീര് നിലവിളിയൊക്കെയാണോ നമ്മൾ ആഗ്രഹിച്ചത്? സത്യത്തെ കാണാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? കല്യാണ പന്തലിൽ ശവം വെക്കേണ്ടി വന്നേനെ. ഇതിനെല്ലാം കാരണക്കാരൻ ഇവ ഒറ്റ ഒരുത്തനാ. പേഷ്യന്റ് കണ്ണ് തുറന്നു. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ആ, സ്റ്റേബിളാ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും കാണാമോ സിസ്റ്റർ? ഒരാൾക്ക് കയറി കാണാം. ആരാ നിവിൻ? എന്റെ മോനാ. നിവിനെ കാണണമെന്നാ പറഞ്ഞത്. വാ. അതാടാ അമ്മ. നീ അതോട് കയറിച്ചില്ല, പോടാ ചെല്. അമ്മേ, അമ്മേ, അമ്മേ. നീ വന്നോ? ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ നീ ഇവിടെ ഉണ്ടാവില്ല എന്ന്. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്ത്? തോറ്റുപോയി നിവിൻ. ആ വിഷമം സഹിക്കാൻ പറ്റിയില്ല. അമ്മ എവിടെ തോറ്റെന്നാ? കാവേരി, അവൾക്ക് മുമ്പിൽ ഞാൻ തോറ്റുപോയി. അവൾ എന്നെ വെല്ലുവിളിച്ചതാ. ടീക്കപ്പിനേക്കാൾ വലിയ റിസോർട്ട് ഉണ്ടാക്കി കാണിക്കുമെന്ന്, എന്നേക്കാൾ വലിയ പണക്കാരിയായി മാറുമെന്ന്. ബിസിനസ്സിൽ അവളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്കുള്ള ഏറ്റവും വലിയ സ്വത്ത് കല്ലും മണ്ണും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു റിസോർട്ടായിരുന്നില്ല നിവിൻ, അത് നീയായിരുന്നു. നിന്നെ അവള് കൈയടക്കിയതോടെ രാജേശ്വരി തോറ്റു. അവളുടെ വെല്ലുവിളി സ്വീകരിക്കുമ്പോ ഞാൻ ഓർത്തില്ല എന്റെ യൗവനം കടന്നുപോയ കാര്യം. ബുദ്ധിയിലും ശക്തിയിലും ഒക്കെ ഞാൻ പിന്നിലായി പോകുന്നു. എന്റെ യൗവനം ഹോമിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു നിവിൻ. ഏറ്റവും മോടിയുള്ള ഡ്രസ്സ്, സ്കൂള്, വാഹനങ്ങള്,
അങ്ങനെ നീ ആഗ്രഹിക്കുന്നത് എന്തും നിനക്ക് കിട്ടാൻ വേണ്ടി നിന്റെ 2 or 3 തലമുറ ജോലി ഒന്നും ചെയ്തില്ലെങ്കിലും അല്ലല്ലില്ലാതെ കഴിയാൻ വേണ്ടി അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞ് വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോ ഒരു പെൺകുട്ടി എന്റെ മുമ്പിൽ വന്നത് പല്ലിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ചോദിക്കുന്നു. പ്രതിരോധിക്കേണ്ടതും മറുപടി കൊടുക്കേണ്ടതും അവളോട് പോരാടേണ്ടതും ആരാ? നീയല്ലേ നിവിൻ? ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അവൾ എന്റെ മുമ്പിലേക്ക് വന്ന് വീണ്ടും പല്ലിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കുന്നതിനോടൊപ്പം അവൾ അവളുടെ കയ്യിലുള്ളതും കൂടി എടുത്ത് കാണിക്കുന്നു. നീ എന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത്. എന്റെ കയ്യിൽ എന്താ ഉള്ളത്? യൗവനമുണ്ടോ? സൗന്ദര്യമുണ്ടോ? എന്റെ ഏറ്റവും വലിയ സ്വത്തായിരുന്ന നീയുണ്ടോ? എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ബലി കഴിച്ചതെന്ന് എന്റെ ഭർത്താവ് എന്നോട് ചോദിക്കില്ലേ? ഞാൻ എന്തു പറയാൻ? എന്റെ കയ്യിൽ മറുപടിയുണ്ടോ? തോറ്റുപോയില്ലേ ഞാൻ? അതിൽ ഭേദം മരിക്കുന്നതാ. അമ്മേ, അമ്മേ, കാവേരിക്ക് എന്നോട് ഒന്നുമില്ല അമ്മേ. വെറും ഫ്രണ്ട്ഷിപ്പ്. അക്കാര്യം അവൾ എന്നോട് തുറന്നു പറഞ്ഞു. ഞാനാ വെറുതെ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് അമ്മ ഇതെല്ലാം. സത്യമാണോ നീ പറയുന്നേ? സത്യം അമ്മേ, അമ്മയാണ് സത്യം. അപ്പോ എന്നെ അവള് വീണ്ടും തോൽപ്പിച്ചു അല്ലേ നിവിൻ? നിനക്കൊപ്പം ജീവിക്കുന്നില്ലെങ്കിലും നിന്റെ മനസ്സവള് കൊണ്ടുപോയില്ലേ? അവളിനി സന്തോഷമായിട്ട് ജീവിക്കും, മറ്റാരെങ്കിലും കല്യാണം കഴിച്ച്. പിന്നെ അവളെന്റെ മുമ്പിലേക്ക് വരും. നിനക്കെന്തുണ്ട് കയ്യിലെന്ന് ചോദിക്കും. ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവളെ ഓർത്ത് ഭ്രാന്തനായി അലഞ്ഞു തിരിയുന്ന ഒരു മകൻ മാത്രമേ എന്റെ കയ്യിലുണ്ടാവൂ. അമ്മേ, അങ്ങനെയൊന്നും അല്ലമ്മേ. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ എനിക്ക് വാക്കുതാ. എന്താ അമ്മേ? നാളെ കതിർ മണ്ഡപത്തിൽ നീ രാഗിണിയെ താലി കെട്ടുവന്നു. അമ്മേ, വാക്ക് താ നിവിൻ. അമ്മേ, അമ്മ കാവേരിയുടെ കാര്യം പറഞ്ഞില്ല അമ്മേ. പിന്നെ എന്തിനാ ഞാൻ രാഗിണിയെ കല്യാണം കഴിക്കുന്നത്? നിവിൻ, കാവേരിയെ കാണുന്നത് വരെ രാഗിണിയുടെ കാര്യത്തിൽ നിനക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഒരു വാക്കുപോലും നീ പറഞ്ഞിട്ടില്ല. ഇപ്പോഴീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ അത് കാവേരിക്ക് വേണ്ടിയുള്ള ഒഴിവുകഴിവായി എനിക്ക് കാണാൻ പറ്റൂ. അമ്മേ, ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നത് നിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും. നിന്റെ അച്ഛൻ എന്നെ കണ്ടതുകൊണ്ട് മാത്രം ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. എപ്പോഴും അത് സംഭവിക്കണമെന്നില്ല. നീ പുറത്തേക്കിറങ്ങിയ ഈ ഐസിയുവിൽ പോലും ഞാൻ ഒറ്റയ്ക്കാണ് നിവിൻ. ജീവൻ രക്ഷിക്കാനുള്ളത് തന്നെ ജീവൻ ഇല്ലാതാക്കാനും ഉപയോഗിക്കാം. അങ്ങനെയാണല്ലോ ഞാനിവിടെ വന്നത് തന്നെ. അമ്മേ, സമയം കഴിഞ്ഞു കേട്ടോ. നിവിനെ പൊയ്ക്കോ. അമ്മേ, അമ്മേ പ്ലീസ്. എനിക്കൊന്നും സംസാരിക്കാനില്ല. നീ പൊയ്ക്കോ. അമ്മ, ഞാൻ നീ പോ. എനിക്കൊന്ന് ഉറങ്ങണം. അതെ, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. അമ്മേ, വാക്കമ്മേ, വാക്ക്. കല്യാണം കഴിച്ചോളാം ഞാൻ രാഗിണി. നാളെ ഞാൻ കതിർ മണ്ഡപത്തിലുണ്ടാവും.
നമ്മുടെ പഴയ ബന്ധം അത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇപ്പോഴത്തേതുപോലെ തന്നെ തുടരണമെന്നാണ് എൻ്റെ എസ്. പ്രേമം എന്ന സ്വാർത്ഥത കൊണ്ട് നമ്മൾ പിരിയുന്ന അവസാന നിമിഷം ആ ചിത്രം ഇനി വൃത്തികേടാക്കണ്ട. നീ എന്താടി ഈ നേരത്ത് ഇവിടെ? ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്ന. അപ്പൊ ആ ചെറുക്കനോ? അതവിടെ കിടന്നോളും. പുലിയൊന്നും പിടിച്ചോണ്ട് പോവില്ലല്ലോ. പുലി പിടിച്ചോണ്ട് പോന്ന് പേടിച്ചിട്ടാണോ ഗംഗേച്ചി ഇത്രയും നാളും വിനീതേട്ടനോടൊപ്പം കിടന്നോണ്ടിരുന്നേ? അതെ. ഡി പോടി അവിടുന്ന്. മുട്ടേന്ന് വിരിഞ്ഞില്ല. പോട്ടെ. അല്ല, നിങ്ങളെല്ലാം എന്താ ഇവിടെ? ഈ വീട്ടിലെ അവസാനത്തെ രാത്രിയല്ലേ, അമ്മ ഒറ്റയ്ക്കാക്കണ്ടെന്ന് കരുതി. അപ്പതേ അച്ഛമ്മ ഇരിക്കുന്ന റൂമില്. ഞങ്ങളിങ്ങനെ മിക്ക രാത്രിയും മിണ്ടിയും പറഞ്ഞിരിക്കാറുണ്ടടി. ഇപ്പോ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു പിടച്ചില്. നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങല്ലേ? ഇപ്പോ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു പിടച്ചില്. നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങല്ലേ? വീട് പാവല്ലേ? നാളെ മുതൽ വീട് ഒറ്റയ്ക്കല്ലേ? നമ്മളുടെ ആരുടെയും ചിരിയും കളിയും വർത്താനം ഒന്നുമില്ല. മഞ്ഞലും മഴയിലൊക്കെ ഒറ്റക്ക്. ഇടിയും മഴയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വീട് പേടിച്ച് വിറക്കുമല്ലേ? വീട് അച്ഛൻ നോക്കിക്കോളും മോളെ. അച്ഛൻ നോക്കുന്നു? അച്ഛൻ നമ്മളുടെ കൂടെ വരാതെ ഇവിടെ നിൽക്കുവോ? അച്ഛനിപ്പോ സ്വർഗത്തിലല്ലേ മോളെ, അവിടെ ഇരുന്ന് എങ്ങോട്ട് വേണേലും നോക്കാലോ. ഈ വീടും നോക്കാം, അതിനൊപ്പം ഒരാപത്തും വരാതെ നമ്മളെയും നോക്കാം. അമ്മ ഓർക്കുന്നുണ്ടോ ഈ വീടുണ്ടാക്കിയ കാലം? എങ്ങനെ മറക്കാനാ? ഗംഗയെ നിനക്ക് വയറ്റിലുള്ള സമയ അടച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. കാറ്റിടിച്ച ജനലും വാതിലും ഒക്കെ കിടുകിടാന്ന് ഉറയ്ക്കും. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോവില്ല. അങ്ങനെ നല്ല കാറ്റും മഴയും മഞ്ഞുള്ളൊരു രാത്രി നീ വല്ലാതെ പേടിച്ചു. ഓരോ മിന്നലിനും ഒപ്പം നീ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞു. ഒരു വിധത്തില ഞാൻ കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ചുറക്കിയത്. പിറ്റേന്ന് പുലർച്ചെ അരവിന്ദം പോയി വീടിൻ്റെ സ്ഥാനം നോക്കുന്ന ആളെ കൊണ്ടുവന്ന് കല്ലിട്ടു. അരവിന്ദം ഗൾഫിലേക്ക് പോയിട്ട് അധിക നാളായിരുന്നില്ല അന്ന്. ഈ വീടിൻ്റെ പ്ലാനൊക്കെ കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു വിശ്വാസമല്ലേ അമ്മയെന്ന് ചോദിച്ച് എൻ്റെ മോനൊരു ചിരി ചിരിച്ചു.
അങ്ങനെ ഒരു കല്ലിൻ്റെയും വിശ്വാസത്തിൻ്റെയും മുകളിൽ പണി തീർത്തതാ ഈ സ്നേഹതീരം. ഇത്രയും വലിയ വീടാണെന്ന് കേട്ടപ്പോൾ എനിക്കും ആശങ്കയുണ്ടായിരുന്നു ഇതെങ്ങനെ പണി തീർക്കുമെന്ന്. ഇടിയും മിന്നലൊന്നും വെക്കുന്ന വീട്ടിലായിരിക്കരുത് എൻ്റെ കുട്ടികൾ ജനിക്കുന്നതെന്ന് അരവിന്ദേട്ടൻ പറയുമായിരുന്നു. അരവിന്ദേട്ടൻ്റെ വാക്ക് പാലിച്ചു. ഇടിയോ മിന്നലോ മഞ്ഞോ മഴയോ ഒന്നും പേടിക്കേണ്ടി വന്നില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഈ വീട് കാത്തു. അരവിന്ദേട്ടൻ പോയി. അരവിന്ദേട്ടൻ ഇല്ലാത്തപ്പോഴും നമ്മളെ കാത്ത് ഈ വീട് വിട്ട് നമ്മൾ നാളെ പോവാ. കാത്ത് രക്ഷിക്കാൻ അരവിന്ദേട്ടന്റെ ആത്മാവ് തന്നെ കൂടെ ഉണ്ടാവണം. നൗകയിലെ യാത്രയല്ലോ ഒരു ദുഃഖഗാനത്തിൻ താളമല്ലോ. ഒരു സ്വപ്ന നൗകയിലെ യാത്രയല്ലോ ഒരു ദുഃഖഗാനത്തിൻ താളമല്ലോ. ഒരു സന്ധ്യമായും നിമിഷമല്ലോ ഓർത്തുകൊള്ളു. ഒരു സ്വപ്ന നൗകയിലെ യാത്രയല്ലോ ഒരു ദുഃഖഗാനത്തിൻ താളമല്ലോ. യമനെ വേഗം വാ, വണ്ടി വന്നു. എനിക്കിപ്പോഴും ഇവിടുന്ന് പോണമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇവിടെ അതിന് എന്തിരുന്നിട്ടാടി. അരവന്നം പോയപ്പോഴേ എല്ലാം പോയി. അപ്പോഴേ നമ്മളിവിടുന്ന് ഇറങ്ങേണ്ടതായിരുന്നു. ചെടികളൊക്കെ നനയ്ക്കാൻ ധന്യോട് പറഞ്ഞിട്ടുണ്ടോ അമ്മേ? ഓ, പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ അന്യരെ ഏൽപ്പിച്ച കൃത്യമായിട്ട് ഒരാഴ്ച ചെയ്തെന്നിരിക്കും. പിന്നെ എല്ലാത്തിനും ഉപേക്ഷയായിരിക്കും. സ്വന്തം മുതലൊന്നും അല്ലല്ലോ. പുല്ലോ ചെടിയോ ഒക്കെ നശിക്കുന്നെങ്കിൽ അങ്ങ് നശിക്കട്ടെ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നശിക്കാനൊന്നും പോകുന്നില്ല രാധമ്മേ. വീടും കടയൊക്കെ നോക്കാൻ സലീമിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ധന്യല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് സലീമിക്ക അതൊക്കെ കൃത്യമായിട്ട് ചെയ്യിപ്പിച്ചോളൂ. ഈ ചെടികളൊക്കെ അച്ഛൻ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. എന്തു പറഞ്ഞിട്ട് എന്താ അടി? ഇതൊക്കെ പ്രിയപ്പെട്ടതായിരുന്ന അരവിന്ദന് ഇപ്പൊ ഭൂമിക്ക് മേലെയുണ്ടോ? ദേ, ആ നിൽക്കുന്ന മരം ഞാൻ നട്ടതാ. എനിക്ക് ആ മരം നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇരുന്നാൽ തന്നെ എത്ര കാലം? ഭൂമി വളരുന്ന ഓരോന്നിന്റെ ആയുസ് അത് ജനിക്കുമ്പോഴേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പരിപാലിച്ചാലും ഇല്ലെങ്കിലും. ബൈബിളിൽ പറയുന്നുണ്ട്, മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകും. അത് നിന്നിരുന്ന സ്ഥലം പോലും ആൾക്കാർ മറക്കും. മരത്തിൻ്റെയും മനുഷ്യൻ്റെയും കാര്യം ഒരുപോലെ തന്നെയാണ്. അയ്യോ, എന്റെ കോളേജ് ബാഗ് എടുത്തില്ല. ഒരു വഴിക്ക് പോകുമ്പോഴാണ് തിരിച്ചു കയറുന്നത്. അച്ഛൻ്റെ ഫോട്ടോ എടുത്താ മോളെ? അമ്മായി പേടിക്കണ്ട, അതൊക്കെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ സലീമൊക്കെ ഒരു വണ്ടിയിലെങ്ങ് എത്തിച്ചോളും. കാവേരി എവിടെയടി? അവള് നിളയ്ക്കൊപ്പം ഉണ്ടമ്മേ. നിളെ, കാവേരി ഇറങ്ങിയില്ലേ? കാവേരി ചേച്ചിയോ? അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ച ഇവിടെ ഉണ്ടാവുമെന്ന്.
നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമല്ലോ അല്ലേ അമ്മ? അധികം താമസിക്കാതെ വരണേ അമ്മ, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ മിസ് ചെയ്യും. വരുവടാ, ഇങ്ങോട്ട് തിരിച്ചു വരാതെ നമ്മൾ എവിടെ പോവാനാ? കാവേരി ഇതുവരെ ഇറങ്ങാറായില്ലേ? അതിന് കാവേരി ചേച്ചി വീട്ടിലില്ലല്ലോ. അച്ഛനെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ. ഈ അച്ഛന് വേണ്ടിയുള്ള പോരാട്ടത്തില് മരിച്ചു വീണിട്ടാണെങ്കിൽ പോലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ സമ്പാദിച്ച പണം തിരിച്ചു വാങ്ങിച്ചിട്ട് തന്നെയായിരിക്കും. കാണിച്ചു കൊടുക്കും മക്കളെ, കണ്ണൂർക്കാരൻ അരവിന്ദിന്റെ മക്കളുടെ കരുത്ത് കാണിച്ചു കൊടുക്ക്. ചെല്ല്.